നമസ്കാരം. എന്താണ് നമസ്കാരം? നമ്മൾ ആരെങ്കിലൊക്കെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയാറില്ലേ? അത് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ എന്ത് പറയാം? നമസ്കാരം. ഒന്ന് പറഞ്ഞേ കേക്കട്ടെ ടീച്ചർ. നമസ്കാരം. ഓക്കെ, നമ്മളൊരാളെ വിഷ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമസ്കാരം എന്ന് പറഞ്ഞ് വിഷ് ചെയ്യാം. ഓക്കെ, സുഖാണോ? സുഖമാണോ? സന്തോഷമാണോ? എനിക്ക് സുഖമാണ്, എനിക്ക് സന്തോഷമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോയാലോ? പഠിക്കാൻ മടിയുണ്ടോ? ചെറുതായിട്ട് 3 അക്ഷരങ്ങൾ പഠിച്ചപ്പോൾ ആദ്യത്തെ ദിവസം ഒരക്ഷരം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? രണ്ടാമത്തെ ദിവസമായപ്പോൾ കുറച്ചും കൂടെ കൂടി, മൂന്നാമത്തെ ദിവസമായപ്പോൾ കുറച്ചും കൂടി ആയി. ഇനിയിപ്പോൾ 4-മത്തെയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണോ? എളുപ്പമല്ലേ നമുക്ക് പഠിക്കാൻ? ഒരു ക്ലാസ്സിൽ ഒരക്ഷരമല്ലേ ടീച്ചർ പഠിപ്പിക്കണുള്ളൂ അല്ലേ? എളുപ്പമല്ലേ പഠിക്കാനായിട്ട്? യെസ് ഓർ നോ? യെസ്, എളുപ്പമാണ്. എളുപ്പമാവണം. ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് എല്ലാം എളുപ്പമാവും. അപ്പം നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക ക്ലാസ്സിൽ. എന്നാലാണ് പഠിക്കുമ്പോൾ ആ കാര്യങ്ങൾ ടീച്ചർ പഠിപ്പിച്ചത് ഓർമ്മ വരുള്ളൂ. അപ്പം നമ്മുടെ 4-മത്തെ ക്ലാസ്സാണ്. 4-മത്തെ അക്ഷരമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതക്ഷരമാണ്? പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമുള്ള 4-മത്തെ ലെറ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഏത് ലെറ്റർ ആയിരിക്കും ടീച്ചർ 4-മത്തെ പഠിപ്പിക്കണേ അല്ലേ? ചിന്തിക്കുന്നുണ്ടോ? പേടിയാവുന്നുണ്ടോ? കഴിഞ്ഞ 3 അക്ഷരം പഠിച്ചു, 4-മത്തെ അക്ഷരം ഏതാണാവോ? എനിക്ക് പഠിക്കാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ? കഴിഞ്ഞ 3 ക്ലാസ്സിൽ പഠിപ്പിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലേ? പറ്റിയോ? യെസ് അല്ലേ? ഇതും പറ്റും. ശ്രദ്ധിച്ചിരുന്നാ എല്ലാം നമുക്ക് പറ്റും. നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് പറ്റാത്തതൊന്നുമില്ല. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം എല്ലാ ദിവസവും ട്രൈ ചെയ്യോ? കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, മുടങ്ങരുത് കേട്ടാ. ഇന്ന് വേണ്ട, അയ്യോ ഇന്ന് ഇനി പഠിക്കണ്ട, നാളെ പഠിക്കാം, അങ്ങനെ നാളെ വെച്ച് പിന്നെ പഠിക്കാണ്ടാവും. അങ്ങനെ ആവരുത് കേട്ടാ. മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ നിങ്ങളെല്ലാവരും, ടീച്ചറിൻ്റെ മുമ്പിലിരിക്കുന്ന മക്കളെല്ലാവരും മിടുക്കന്മാരും മിടുക്കികളൊക്കെയാണ്. അപ്പോൾ കൂടുതലും മിടുക്കന്മാരും മിടുക്കികളും അവരെന്ത് ചെയ്യണം? എല്ലാ ദിവസവും മുടങ്ങാതെ ടീച്ചർ പഠിപ്പിക്കുന്ന ഓരോരോ അക്ഷരങ്ങളും ഉറക്കെ പറഞ്ഞ് എഴുതി പഠിക്കണം. അപ്പം കുറച്ചും കൂടെ മിടുക്കന്മാരും മിടുക്കികളാവും. ഓക്കെ, അപ്പം നമുക്ക് 4-മത്തെ അക്ഷരത്തിലേക്ക് പോകാം. എളുപ്പമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നത് പോലെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ആദ്യത്തെ 3 ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ ഓർത്തെടുക്കാം. എന്നിട്ട് 4-മത്തെ അക്ഷരത്തിലേക്ക് പോകാം. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ഏതക്ഷരമാണ്? റാ. ഏതക്ഷരമാണ് പഠിച്ചത്? റാ. 2-മത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു താ. 3-മത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നാ. കണ്ടോ? 3-മത്തെ ക്ലാസ്സിൽ ഏതക്ഷരമാണ് പഠിച്ചത്? നാ. കിട്ടിയോ? അപ്പൊ ഇനി 4-മത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം കുറച്ചും കൂടെ എളുപ്പമാണ്. നമുക്ക് മനസ്സിലാകും. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. നമ്മൾ റാ എഴുതിയില്ലേ? ഈ റാ ഇങ്ങനെ എഴുതാം. എന്നിട്ട് കൈ എടുക്കരുത് കേട്ടാ. കൈ എടുക്കാതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ട് ഇങ്ങനെ പോകണം. ഇതാണ് പാ. ഏതാണ് അക്ഷരം? പാ. ഈ അക്ഷരം ഏതാണ്? പാ. ഒന്ന് പറഞ്ഞേ. പാ. ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കുക. ടീച്ചർ ഒന്നും കൂടെ എഴുതാം. റാ എഴുതാം. റാ എഴുതാം. നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. മേലേക്ക് ലൈൻ കൊണ്ടുപോകാം. ഇതാണ് പ. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട
ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. അത് ശ്രദ്ധിച്ച 2 ലൈനിൽ എഴുതുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഇപ്പൊ ടീച്ചർ ഇതുപോലെ ഇത്രയും വൈറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രതലത്തിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. 2 ലൈനിൽ എഴുതി കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നോക്കുക. ഇപ്പൊ നമ്മൾ എഴുതിയപ്പോ എന്താ, ഇങ്ങനെ നമ്മൾ റാ എഴുതി, സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ പോയി, മേലേക്ക് പോയി. ഇതാണ് പ. ഇനി 2 ലൈനിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ എഴുതിയ റായ്ക്ക് ഉണ്ടല്ലോ, ഇത്രയും വലുപ്പം വേണ്ട. 2 ലൈനിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, അപ്പോഴാണ് കറക്റ്റ് പ എഴുതാൻ പറ്റുള്ളൂ. ചെറുതായിട്ടൊന്ന് എഴുതുക, കണ്ട. എന്നിട്ട് അതേപോലെ തന്നെ നേരത്തെ വരച്ച പോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പോവുക, മേലേക്കും അതേപോലെ തന്നെ വരയ്ക്കുക. ഇതേതാണ് ലെറ്റർ? പ. ഏതാണ് ഈ ലെറ്റർ? പ. പ എന്ന് പറഞ്ഞേ. പ. ഓക്കെ, നമുക്കൊന്ന് എഴുതാം. ശ്രദ്ധിച്ചിരിക്കുക. ചെറുതായിട്ട് റാ ചെറുതാക്കുക. നേരത്തേക്ക് നമ്മൾ വലുതായിട്ടല്ലേ എഴുതിയേ, ചെറുതാക്കുക. എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ, വീണ്ടും മേലേക്ക്. കണ്ടോ? പ. നോക്കുക, ശ്രദ്ധിച്ചെഴുതുക. കണ്ടോ? പ. കണ്ടോ? ടീച്ചർ ഒന്നും കൂടെ എഴുതി കാണിക്കാം, അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ചെറിയ റാ എഴുതുക, സ്ട്രെയിറ്റ് ആയിട്ട് പോവുക, മേലെ വരെ ടച്ച് ചെയ്യുക. ഈ ലൈൻ മാത്രം മേലെ താഴെ ടച്ച് ചെയ്താൽ മതി. ഈ ഭാഗം എഴുതുന്ന ആദ്യത്തെ ഭാഗം എഴുതുന്നത് ടച്ച് ചെയ്യണ്ട. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നോ? കണ്ട, കുഞ്ഞിതായിട്ട് റാ എഴുതുമ്പോൾ കുഞ്ഞിതായിട്ട് എഴുതുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ എഴുതുക. നേരെ പോവട്ടെ, ഇത് നേരെ. മനസ്സിലായോ? പാ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലും ഇപ്പൊ പഠിച്ചതും കൂടെ നമുക്കൊന്ന് ഒരൊറ്റ ലൈനിൽ എഴുതി നോക്കാം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പൊ എഴുതുമ്പോൾ ഒരുമിച്ച് ഈ 4 ദിവസം നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ നമ്മൾ ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് വ്യത്യാസം. 2 ലൈനിൽ എങ്ങനെ എഴുതുമ്പോൾ ആണത് ക്ലിയർ ആയിട്ട് വരുന്നതെന്നുള്ളത് ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് അതിന് വ്യത്യാസം മനസ്സിലാവും. ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ ക്ലാസ് നമ്മൾ പഠിച്ചു, കണ്ട, റാ. രണ്ടാമത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് ത. കണ്ട, എല്ലാം ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? കംപ്ലീറ്റ് ടച്ച് ചെയ്യുന്നുണ്ട്. വലുതായിട്ടാണ് നമ്മൾ എഴുതുന്നത്. അടുത്തത് നോക്കിയേ, നമ്മൾ പഠിച്ചതാണ് വലുതായിട്ട് എഴുതുക, നാ. കണ്ടോ? എല്ലാം നേരത്തെ അക്ഷരങ്ങൾ എഴുതിയ പോലെ തന്നെ ഒക്കെ മേലെയും താഴെ ഒരുപോലെ വലുതായിട്ട് എഴുതിയിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ നോക്കിയേ, പാ വരുമ്പോൾ മുഴുവൻ ടച്ച് ചെയ്യണ്ട. റാ കുഞ്ഞിതായിട്ട് എഴുതിയിട്ട് മുകളിലേക്ക് പോകുന്ന ലൈൻ മാത്രം ടച്ച് ചെയ്താൽ മതി, മുകളിലും താഴെ. ശ്രദ്ധിക്കാം കേട്ടോ. നോക്കിക്കോ. കണ്ട, കുഞ്ഞിതായിട്ട് എഴുതുക, ചെറുതാക്കി എഴുതുക. നേരെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ പോയിട്ട് ഈ ലൈനിൽ. കണ്ട, ഇങ്ങനെയാണ് പാ എഴുതുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? പിടി കിട്ടിയോ? മനസ്സിലാകുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ്. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചിരിക്കുക. 2 ലൈനിൽ ടീച്ചർ എഴുതാം. റാ, താ, നാ, പ. കണ്ടോ? റാ, താ, നാ, പ. 4 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ പഠിച്ച 4 അക്ഷരങ്ങൾ ടീച്ചർ ചോദിക്കും. വീട്ടിൽ ഉറക്കെ പറഞ്ഞ് എഴുതി പഠിക്കണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.